ഹലോ ഗൈസ്, വെൽക്കം ടു കാസ്ട്രോളിൻ്റെ മൂവി റിവ്യൂ ചാനൽ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന റിവ്യൂ പൊന്നു കണ്ടു കണ്ടേൽ എന്ന സിനിമയുടെയാണ്. സേവിനെ അഭിനയിച്ചിരിക്കുന്ന അശോക് സെല്ലിയും വസന്ത രവി, ഐശ്വര്യലക്ഷ്മി എന്നിവരൊക്കെയാണ് സിനിമ അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ ഈ പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ അടിപൊളി പടം, വേറെ ഒന്നും പറയാനില്ല. പടത്തിൽ പെർഫോമൻസസ് വെച്ച് നോക്കുമ്പോൾ അശോക് സെല്ലിൻ്റെ ഇത് കാണില്ല. സെൽവൻ ഇങ്ങനത്തെ റോള് സിനിമ ഡോക്ടറായിട്ട് അഭിനയിച്ചിരുന്നത്. പിന്നെ ഈ സിനിമയുടെ സ്റ്റോറി ഇറ്റ്സ് എ ട്രയാങ്കിൾ സ്റ്റോറി. KRKയുടെ ഒക്കെ സ്റ്റോറിയാണ്. പക്ഷേ KRKയുടെ സ്റ്റോറി എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് ഡിഫറെൻ്റ് ആണ്. പക്ഷേ കോൺസെപ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രയാങ്കിൾ ലവ് സ്റ്റോറിയാണ് സ്റ്റോറി. പിന്നെ എക്സസൈസ് ഇങ്ങനത്തെ റോളൊക്കെ കിട്ടിയാൽ ഇങ്ങനെ തൂഫാനാക്കി കളയും. സർവനായകനെ സംബന്ധിച്ച് പറയാം, സർവനായകൻ കണ്ടിരിക്കുന്ന പറഞ്ഞില്ല, അതിൻ്റെ എന്തെങ്കിലും കോമഡിയൊക്കെ നൈസായിരുന്നു. പിന്നെ സുടുകാലത്ത് പാട്ടിൽ വിജയ് സേതുപതിയും അശോക് സെൽവനും ബോബി സിനിമയും വരാത്തതിൽ എനിക്ക് ഇഷ്ടമുണ്ട്. എന്നാലും കാത്തിരിക്കാം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ വസന്ത് എന്ന് പറയുമ്പോൾ ജയിലറിൽ രജനീകാന്തിൻ്റെ മോനായിട്ട് ഒരുത്തൻ അഭിനയിച്ചിട്ടുണ്ട്. അവൻ ഈ സിനിമയിൽ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അങ്ങേര് സിനിമയിലേക്ക് അഭിനയിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് അങ്ങനത്തെ ഒരു ഹെയർ സ്റ്റൈലുണ്ട്, ഹെയർ ഇതുണ്ട്. അത് ഗ്രേ ഹെയർ. അത് കണ്ടിട്ട് കൊച്ചിനോട് ഞങ്ങളെ അയാളെ ചേച്ചിയാണെങ്കിൽ അണ്ണ വിളിക്കണ ഹെയറാണ്. അത് കുറച്ച് കോമഡിയാണ്, അതൊക്കെ കൊള്ളാം. പക്ഷേ അപ്പോൾ അങ്ങനെ വിളിക്കേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് പറയാം. എന്താണ് 41 വയസ്സിലുള്ളവർ മുമ്പ് അവർക്ക് ഡൈ ചെയ്യാൻ പാടില്ല. എന്ത് ഇത് മരിക്കൂലേ? എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ബാക്കിയെല്ലാം കൊള്ളാം. അതൊരു സ്കോറായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ അവന് അവസാനമായിട്ട് ഫൈറ്റാണ് ഇവർ ശരിയായിട്ട്. അതൊക്കെ കണ്ട കോമഡിയാണ്, മീൻസ് കോമഡിക്ക് വേണ്ടി ചെയ്തൊരു ഫൈറ്റാണ്. അതൊക്കെ നൈസായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ മാത്യു വർഗീസ് നല്ലൊരാളുണ്ട്. അവർ ഇത് നേരെന്ന സിനിമയിൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആയിട്ട് സിനിമ അഭിനയിച്ചിട്ടുണ്ട്. ആ സിനിമ നേരെന്ന സിനിമയിൽ അഭിനയിച്ചിരുന്നു. അങ്ങനത്തെ അഭിനയമുള്ള അങ്ങേര് ഐശ്വര്യലക്ഷ്മിയുടെ വെച്ചായിട്ടാണ് സിനിമ അഭിനയിച്ചത്. ഐശ്വര്യലക്ഷ്മിയുടെ സിനിമ നായിക, അതാണ് വ്യക്തി. ഐശ്വര്യലക്ഷ്മിയുടെ അഭിനയമൊക്കെ ഉള്ള ഐശ്വര്യലക്ഷ്മി സിനിമയിൽ ചെഫായിട്ടാണ് അഭിനയിച്ചിരുന്നത്. പിന്നെ എനിക്കൊരു അമ്മമ്മയുണ്ട്. അമ്മമ്മ അടിപൊളിയാണ്. ഇടയ്ക്കൊക്കെ തെലുങ്ക് പറയണ കേൾക്കാം. അയ്യോസനാണെങ്കിൽ 3 ചേച്ചിരുന്നത് ഇതുണ്ട്. അവരുടെ കോമഡി അടിപൊളിയാക്കിയിട്ടുണ്ട്. പിന്നെ സിനിമയിൽ പറയാനുള്ളൊരു കേമിയോ ഉണ്ട് അവസാനം. ആ കേമിയാണ് സ്റ്റോറിയുടെ മെയിൻ നായിക. സിനിമയിൽ ശരിക്കും പറഞ്ഞില്ല, കേമിയോ ആണെന്ന് നമുക്ക് അവസാനം മനസ്സിലാവും. അതുകൊണ്ട് എനിക്ക് ചിലപ്പോൾ ഈ സിനിമയ്ക്ക് ഒരു IMDbയിൽ 5.6 റേറ്റിംഗ് വന്നെന്ന് തോന്നുന്നു. ആരും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെ ട്വിസ്റ്റ് വരുന്നുള്ളത്. അതുകൊണ്ടായിരിക്കും. എന്നാലും എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അടിപൊളി പടം. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കണം. ജിയോ സിനിമയിൽ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ടെലഗ്രാമിൽ ഡൗൺലോഡ് ചെയ്തിട്ടൊന്ന് കണ്ടാൽ മതി. പിന്നെ വേറെ OTT പ്ലാറ്റ്ഫോം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. വേറെ പിന്നെ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് യുവൻ ശങ്കറാണ്. അങ്ങനെ തന്നെയാണ് മ്യൂസിക്കും മ്യൂസിയം ചെയ്തിരിക്കുന്നത്. തിരിയും പ്രിയാവി എന്ന് പറഞ്ഞിട്ടൊരാളാണ്. പിന്നെ പ്രൊഡ്യൂസിങ്ങിൽ ജിയോ സ്റ്റുഡിയോസിൻ്റെ ബാനറിൽ ജ്യോതിഷ്പാണ്ഡെ ഇതിനെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രിയാവി എന്ന് പറഞ്ഞ പോലെ എത്ര പടം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയണം. അത് നിങ്ങളൊന്ന് നോക്കണം. ഉണ്ടെങ്കിൽ അത് കണ്ടിട്ട് ഞാൻ പറയാം. എനിക്ക് പറയാനുള്ളത് എന്തായാലും കണ്ടു നോക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഒരു പടത്തിനും കൂടെ റിവ്യൂ ഉണ്ട്, പറയാൻ മറന്നില്ല. റേസ് 3 സൽമാൻ ഖാൻ പടം.
സൽമാൻ ഖാൻ, ജാക്ലിൻ ഫെർണാണ്ടസ്, ബോബി ഡിയോൾ, അനിൽ കപൂർ, സക്കീബ് സലീം, പിന്നെ കിലുക്കത്തിലെ വില്ലൻ, അങ്ങനെ ഏഷ്യാറില്ലെങ്കിൽ ഏകോദാടി ആക്കി അഭിനയിച്ച ഒരു പടം ഡയറക്റ്റ് ചെയ്ത റെമോഡി സൂസ. ആരാന്ന് ചോദിച്ചാൽ ഫ്രം ദ ഡയറക്ടർ ഓഫ് ABCD 1 and 2. ഞാൻ ഉദ്ദേശിച്ചത് ദുൽഖറിൻ്റെ ABCD അല്ല, ഹിന്ദി ABCD മീൻസ് എനിബഡി ക്യാൻ ഡാൻസ് ഉണ്ട് ഹിന്ദിയിൽ. അത് പ്രഭുദേവയായിരുന്നു ലീഡ് റോൾ. ഫസ്റ്റ് പാട്ടിൽ പ്രഭുദേവി പറഞ്ഞായിരുന്നു. ആ പടമുണ്ട്. ആ പടം കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു. ഡയറക്ടറാണ് സംസാരിച്ചിരുന്നത്. പിന്നെ ഈ റേസ് എന്ന് പറയും പടം എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ കട്ട പോസ്റ്റാണ്. ആരും കാണരുതെന്നാണ് എനിക്ക് പറയാനുള്ള. IMDb റേറ്റിംഗ് ഒക്കെ 1.9 തോന്നുന്നു വീണത്. ഇത് കണ്ട സത്യം പറഞ്ഞ സൽമാൻ ഖാൻ ഫാൻസ് വരെ തെറി വിളിച്ചു കൊല്ലു. എന്ത് ഫാൻസ് 4th പാർട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇതിന് അവസാനിക്കണമെന്ന്. എന്തിന് പണി? ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും അഭിനയിച്ചത് സൈഫ് അലി ഖാനാണ്. സൈഫ് അലി ഖാൻ, അനിൽ കപൂർ ആയിരുന്നു ലീഡ് ക്യാരക്ടേഴ്സൊക്കെ വന്നിരുന്നത്. അത് എന്ത് കൊള്ളായിരുന്നു. സെക്കൻഡ് പാർട്ടിൽ വില്ലനായിട്ട് വന്നത് ജോൺ അബ്രഹാമാണ്. ജോൺ അബ്രഹാം പറയാൻ ആൾക്ക് ജോൺ അബ്രഹാം ആ സിനിമ ആടുകളായിട്ട് വില്ലത്തരാണ്. എനിക്ക് ഹിന്ദി സിനിമകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഫ്രാഞ്ചൈസിയാണ് റേസും ഭാഗ്യം. അപ്പോൾ റേസിൻ്റെ 3rd പാർട്ട് വരുന്നു എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടൊരു ഹൈപ്പ് ഉണ്ടാവും. അപ്പം ഞാൻ ഇടയ്ക്ക് ഇങ്ങനൊരു പാടം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. കാരണം ഇതിൻ്റെ ഇൻട്രോ തൊട്ട് സിനിമ അവസാനിക്കുന്നത് വരെ ഒരു കാര്യത്തിനുമില്ല. പിന്നെ മ്യൂസിക് കേട്ടോണ്ടിരിക്കും, പാട്ട് കേട്ടോണ്ടിരിക്കുക എന്ന് പറയാൻ എനിക്ക് പറ്റില്ല. സെക്കൻഡ് പാർട്ടിൽ അല്ലാത്ത പാട്ട് എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്. അത് ഇതിൽ റിമിക്സ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് പാർട്ടിൽ 2.0 വന്നിട്ടുണ്ട്. അത് കൊള്ളാം. പിന്നെ BGM തിരക്കേടില്ല, ഒരു തന്നെ. പിന്നെ ഈ സിനിമയിൽ മെയിൻ വില്ലനായിട്ട് വന്നത് ബോബി ഡിയോളാണ് വില്ലെന്നുള്ള മനസ്സിലാണ് അവസ്ഥ. ക്ലൈമാക്സിൽ ഫ്രെഡി ഗാർവാല പറഞ്ഞിടത്തുണ്ട്. എൻ്റെ ഒന്ന് അതേ തുപ്പാക്കിയുടെ ഹിന്ദി റീമേക്കുണ്ട് ഹോളിഡേ എന്ന് പറഞ്ഞിട്ട് വെച്ചിരുന്നതാണ്. അത് കുറച്ച് കൊള്ളായിരുന്നു. അതേപോലെ ചെയ്യാൻ നോക്കിയത്. പക്ഷേ ഇടയ്ക്കൊന്നും സ്പോയിലേഴ്സ് തോന്നിയിരുന്നു എനിക്ക്. എന്തായാലും അതിൻ്റെ വലിയ വില്ലനായിട്ട് അഭിനയിച്ച ഫ്രെഡി ഗാർവാല ഉണ്ട് പടത്തിൽ. അയാളെ എന്തിനു വന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആദ്യം ഫസ്റ്റ് ഹാഫിൽ ഒരു സീറ്റ് കാണിച്ചിട്ട് പിന്നെ സെക്കൻഡ് ഹാഫിൽ പെർഫോമൻസിനൊന്ന് കാണിച്ചത്. അതൊരു കാര്യമില്ല. പിന്നെ കിലുക്കത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കിലുക്കത്തിലുണ്ട് ഈ സിനിമയിൽ ഒരു സബ് ക്യാരക്ടർ ഉണ്ടാവും. അതിനായിട്ട് എന്താ റോളാണ് കൊടുത്തത് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ജാക്ലിൻ വെറുപ്പിക്കൽ പ്രോഗ്രാംസ് ആണ് സിനിമയിൽ. ചാറ്റിൽ എനിക്ക് എന്താണ് ചാറ്റ് കണ്ടപ്പോൾ എനിക്ക് ജാക്ലിൻ്റെ വെറുപ്പിക്കൽ കണ്ട് വേറെ വെറുപ്പിക്കലുണ്ടാകുന്ന വിചാരിച്ചാൽ. പക്ഷേ ഇതല്ലാട്ടും വെറുപ്പിക്കൽ പ്രോഗ്രാംസ്. ജക്കീർ സലീമുണ്ട്. ജക്കീർ സലീം ആരെന്ന് ചോദിച്ചാൽ വിഷു എന്നുള്ള സിനിമയിൽ സ്വരന്താൻ്റെ അതിലൊരു റോൾ ചെയ്തിരുന്നു. ഒരു ക്രിക്കറ്ററിൻ്റെ റോൾ ചെയ്തിരുന്നു. ആ റോൾ മര്യാദ ചെയ്തു. അപ്പോൾ ഈ സിനിമയിൽ പറയുമ്പോൾ എനിക്കും ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും. പിന്നെ ദേഷ്യാണെന്ന് പറയുമ്പോൾ മീൻസ് ജയ്ഹോൻ്റെ ശർമ്മ ജയ്ഹോൻ നായികയായിട്ട് വന്ന ആളാണ് നോക്കുന്നത്. അതിലൊരു എക്സ്പെക്റ്റേഷൻ ഉറപ്പായിട്ടും ഉണ്ടാകും. പിന്നെ ആ സിനിമ ഡയറക്റ്റ് ചെയ്യാറുള്ളൊരു ദിവസമാണ് അതിൻ്റെ. പിന്നെ ഈ വേണം മറ്റേ ബോളിവുഡിൽ രണ്ടെണ്ണം ഗ്രഹിച്ചു രണ്ടായിട്ട് അതെൻ്റെ പാട്ടിൽ മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഈ പടം കാണാൻ ആഗ്രഹമുള്ളവർ ആമസോൺ പ്രൈം വീഡിയോയിൽ സബ്സ്ക്രിപ്ഷൻ എടുത്ത് കാണുക. ടെലിഗ്രാമിൽ ഇരുന്ന് അല്ലെങ്കിൽ ടെലിഗ്രാമിൽ ഡൗൺലോഡ് ചെയ്തിരുന്ന് കാണുക. അത്ര
അത്രയ്ക്കും വൃത്തികെട്ട പടം. സൽമാൻ ഖാനൊക്കെ എങ്ങനത്തെ പടം. സൽമാൻ ഖാൻ പ്രൊഡ്യൂസ് ചെയ്ത് പടം സൽമാൻ ഖാൻ പ്രൊഡ്യൂസ് ചെയ്ത് സൽമാൻ ട്യൂബ്ലൈറ്റിനെയായിട്ട് വലിയ ദുരന്തമുണ്ട്. ട്യൂബ്ലൈറ്റ് ഇത് കണ്ടാൽ ട്യൂബ്ലൈറ്റ് എത്രയാ നേരം എനിക്ക് തോന്നുന്നത് ബെറ്ററാണ്. പക്ഷെ 2 വേഴ്സ് തന്നെ ഉണ്ടായിരുന്നു. അതാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് സൽമാൻ ഖാൻ്റെ രണ്ടായിരം ഇതിപ്പം ഈ പറയുന്ന റേസ്റ്റോറിയും ട്യൂബ്ലൈറ്റുമാണ് എനിക്ക് വേഴ്സ്റ്റായിട്ട് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഒരുപാട് ചിലവണ്ണം കണ്ടിട്ടില്ല. രാധിക ഇഷ്ടമുള്ള ആളാണ്. ആൻറ്റിമാരെ ഇഷ്ടമുള്ള ആളാണ്. ഡയർ സീരീസ് ഒക്കെ ഇഷ്ടമുള്ള ഇത് നിങ്ങൾ കാണുകയാണെങ്കിൽ ഞാൻ 2 കാര്യം പറഞ്ഞു. ക്ഷമ പിന്നെ ലോജിക്ക് നോക്കാതെ സാറ്റിസ്ഫൈഡ് കൺസെപ്റ്റിൽ ഒരിക്കലും ലോജിക്ക് നോക്കരുതെന്നാണ് എനിക്ക് നിങ്ങൾ പാടുന്നത്. ഒരു ഹിന്ദി, തെലുങ്ക്, കന്നഡ, തമിഴ് പടം പ്രത്യേകിച്ച് അപ്പോൾ ലോജിക്ക് നോക്കരുത്. ലോജിക്കിന് ഈ സിനിമ കാണുമ്പോൾ ലോജിക്കിന് വല്ല നല്ലൊരു അലമാരയായിട്ട് ഒരു നല്ലൊരു ബക്കറുണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് എന്ന് കാരണം അല്ലാത്ത ഓപ്ഷൻ മനസ്സിലുള്ള കഥ. പിന്നെ കഥ എന്ന് പറയുന്നതൊന്നുമില്ല. ഒരു കാര്യമില്ലാത്തൊരു ഇയാൾ സൽമാൻ്റെ അച്ഛനെ അനിൽ കപൂറുണ്ട്. അനിൽ കപൂർ ഇയാളുടെ അമ്മേനെ കല്യാണം കഴിക്കും. അവർ 2 കുഞ്ഞുങ്ങളുണ്ട്. അത് സക്കീർ സലീമും ബേസിലും ശേഷമായി. പിന്നെ സൽമാൻ ഖാൻ്റെ അമ്മയും വരും. പക്ഷേ ഇങ്ങനെ അറിയണമെന്ന് ഇവൻ നല്ലതായിട്ട് ഒരു ദിവസം ഉയക്കത്തിൽ വീണ്ടും വന്നിട്ട് ഒരു ക്യാമറ ഇങ്ങനെ സൈൻ ആക്കുന്നത് ഈ സൽമാൻ ഖാൻ്റെ അമ്മ മരിക്കുന്നതിന് മുമ്പ് ഈ വലുതാണ് തരണം എന്ന് പറഞ്ഞിട്ട് ഇതെന്തോ ഒന്ന് കണ്ടു നോക്കൂ. അതുകൊണ്ട് കണ്ടു നോക്കിയതാണ് ഇയാളെ തീർത്തി പറഞ്ഞിട്ട് അവസാനം ഇയാളെ ജയിലിലൊക്കെ ഇവിടെ ദിവസങ്ങളുടെ ഉണ്ടാണ് ജാക്ലിൻ റോളും അധികം നിർണ്ണയിച്ചിട്ട് കൂടിയുണ്ട്. പിന്നെ ജാക്ലിന് പെർഫോമൻസ് കൊണ്ട് ആവുക. അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം മാത്രമാണ്. എന്തായാലും ഈ 2 പടങ്ങൾ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അടുത്ത വീഡിയോ കാണുന്നത് വരെ കാത്തിരിക്കുക മാത്രമേ എന്ന് പറഞ്ഞിട്ട് ബൈ. സീ യു. ഡെൽറ്റ സൈൻ.